പി.സി. ജോർജിനും ഷോൺ ജോർജിനും മറുപടിയുമായി ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ. FCRയെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദിയുമുണ്ട്. മടക്കി കുത്തി വന്നാലും ഞങ്ങൾ നിലപാട് പറയുമെന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. ആൾക്കൂട്ട വിചാരണയും അടിച്ചമർത്തലും ആവർത്തിക്കുമ്പോൾ അത് ബാധിക്കുന്നവർ മിണ്ടാതിരുന്നോണമെന്നാണ് പറയുന്നതെന്നും എഡിറ്റോറിയലിൽ വിമർശനമുണ്ട്. അങ്ങനെ രൂക്ഷമായ വിമർശനമാണിത് ദീപികയുടെ എഡിറ്റോറിയലിലൂടെ ഷോൺ ജോർജിനും പി.സി. ജോർജിനുമെതിരെ നടത്തുന്നത്. ഇരുവരും ഇന്നലെ നടത്തിയ പ്രസ്താവനയാണ് ഇത്തരമൊരു നീക്കത്തിന് ദീപികയെ പ്രേരിപ്പിക്കുന്നത്. ഇതിനിടയിൽ ഗുരുതരമായ ആരോപണം വീണ്ടും ഷോൺ ജോർജ് ഉന്നയിക്കുകയാണ്. ദീപിക കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം. ക്രിസ്ത്യാനികളുടെ മുഖപത്രം എന്ന നിലയിൽ വിമർശിക്കേണ്ട എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ദീപികയെ നിയന്ത്രിക്കണമെന്ന് സഭാ നേതൃത്വത്തോട് താൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദീപികയുടെ നിക്ഷേപകർ ആരൊക്കെയെന്ന് നോക്കിയാൽ പിന്നിൽ എന്താണെന്ന് മനസ്സിലാകും. ബിഷപ്പുമാർ ആരും ദീപികയെ അനുകൂലിച്ച് പറഞ്ഞിട്ടില്ലെന്നുമാണ് ഷോൺ ജോർജ് പറയുന്നത്. സഭയ്ക്ക് വേണ്ടെങ്കിൽ അത് പറയണമെന്നാണ് താൻ പറഞ്ഞത്. വേണ്ടെങ്കിലും സഭയ്ക്ക് തന്നെ വേണ്ടെങ്കിലും തനിക്ക് സഭയെ വേണ്ടെന്ന് വെക്കാനാവില്ലെന്നും ഷോൺ ജോർജ് പറയും. ഞാൻ മറുപടി വേണ്ട കാര്യമില്ലാത്ത പോലെ തന്നെയാണ് കഴിഞ്ഞ 6 മാസക്കാലമായി വീക്ഷണവും ദീപികയും ചെയ്യുന്ന ജോലി ഒന്നാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ വിമർശിക്കണം, കുഴപ്പമില്ല. പക്ഷേ അതിന് ക്രിസ്ത്യാനിയുടെ കെയർ ഓഫിൽ വിമർശിക്കേണ്ട. ക്രൈസ്തവ മുഖപത്രം എന്ന നിലയിൽ ആ വിമർശനത്തെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. അതുകൊണ്ട് അതിനെ അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഭാ നേതൃത്വത്തെ ഔദ്യോഗികമായി ദീപികയിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന് സഭാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പരാതിയായി തന്നെ ഞാനത് എഴുതി കൊടുക്കും. ഫാരിസ് അബൂബക്കർ ഒരു സമയത്ത് ഈ സ്ഥാപനം എടുത്തുകൊണ്ട് പോയി. അയാളുടെ കയ്യിൽ നിന്ന് ഒരു തരത്തിൽ അത് പിടിച്ചുകൊണ്ട് വന്നു. വീണ്ടും ചില ആളുകൾ ഈ പത്രത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആ പത്രത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സ് പത്രത്തിൻ്റെ ഡയറക്ടർ ബോർഡുള്ള അംഗങ്ങളെ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കും. അപ്പോൾ മനസ്സിലാവും ഇതാരാ നിയന്ത്രിക്കുന്നത്. വലിയ ഒരു കേസിൽ ആരോപണ വിധേയനായ ഒരു സ്ഥാപനം, ഒരു റിക്രൂട്ടിങ്, അതായത് വിദേശ പഠന സ്ഥാപനം, ഈ സ്ഥാപനത്തിലെ മേജർ ഷെയർ ഹോൾഡറാണ്. അയാളിപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എഡിറ്റോറിയൽ പോളിസിയിൽ സ്വകാര്യ വ്യക്തികളുടെ താല്പര്യങ്ങൾ കടന്നു വരുമ്പോൾ അത് സഭയുടെ നിലപാടായി വ്യാഖ്യാനിക്കപ്പെട്ടാൽ സഭാവിശ്വാസി കൂടിയായി എനിക്ക് അതിനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പ്രതികരിച്ചത്. അത് തുടരുക തന്നെ ചെയ്യും. എൻ്റെ പിതാക്കന്മാരെയെല്ലാം, സഭ എന്ന് പറയുന്നത് ഞാനും കൂടെ ഉൾപ്പെടുന്നതാണ്, എൻ്റെ പിതാക്കന്മാരെയെല്ലാം ഈ കാര്യങ്ങൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതിന്മേൽ കൃത്യമായ നിലപാടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കണം. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, താൻ സഭയല്ല, ദീപികയുടെ എഡിറ്റോറിയൽ പോളിസിയാണ്. ദീപിക മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ വ്യക്തികളടക്കം നിയന്ത്രിക്കുന്ന സംവിധാനമാണ്. ഇതാണ് ഷോൺ ജോർജ് പറയുന്നത്. പക്ഷേ ഇന്നലെ FCRA അടക്കമുള്ള വിഷയങ്ങളിൽ ഷോൺ ജോർജും ഒപ്പം തന്നെ പി.സി. ജോർജ് നടത്തിയ പ്രസ്താവനകൾ BJPയെ കൂടി വെട്ടിലാക്കുന്നതാണ്. പൊതുവിൽ ഈ പി.സി. ജോർജും ഷോൺ ജോർജും ഇപ്പോൾ നടത്തുന്ന നീക്കത്തിനോട് BJP നേതൃത്വത്തിൻ്റെ പിന്തുണ എത്രമാത്രമുണ്ട് എന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ. കാരണം ഈ ഏറ്റുമുട്ടൽ ഒരു പുതിയ തലത്തിലേക്ക് പോകുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത്? സജിത്ത്, ഷോൺ ജോർജും പി.സി. ജോർജും പറഞ്ഞതിൽ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഷോൺ ജോർജ് പറഞ്ഞതിൽ സഭാ നേതൃത്വത്തെയോ അല്ലെങ്കിൽ ബിഷപ്പുമാരെയോ കുറ്റപ്പെടുത്തിയിരുന്നില്ല. പി.സി. ജോർജാണ് അത്തരത്തിൽ ചില കുറ്റപ്പെടുത്തലുകൾ നടത്തിയത്. ഷോൺ ജോർജ് ദീപികയുടെ ലേഖനവുമായി ബന്ധപ്പെട്ടും ദീപികയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുമാണ് സംസാരിച്ചത്. പിന്നെ സഭയെ ഞങ്ങൾക്ക് വേണ്ട, സഭയ്ക്ക് ഞങ്ങളെ വേണ്ട എങ്കിൽ അത് പറയണം എന്നൊരു വാക്ക് ഷോൺ പറഞ്ഞിരുന്നു. അത് ഒരു തരത്തിൽ അത്തരത്തിൽ ആ നിലയിൽ കൂടി ഉള്ളതാണ് എന്ന് ചേർത്ത് വായിക്കേണ്ടി വരും. എന്തായാലും പി.സി. ജോർജ് ആണ് ഈ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ അടക്കം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വോട്ട് അഭ്യർത്ഥിക്കുന്നത് നേരിട്ട് കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിലെ ഉണ്ടായി എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ഇന്ന് ആ ചോദ്യത്തെക്കുറിച്ചും ഷോൺ മറുപടി പറയുന്നുണ്ട്. പി.സി. ജോർജിന്റേത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. അവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം അദ്ദേഹം പങ്കുവച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അതോ പി.സി. ജോർജിന്റെ തെറ്റിദ്ധാരണയാണോ എന്ന കാര്യം പഠിച്ചിട്ടില്ല. അങ്ങനെയാണ് എങ്കിൽ പി.സി. ജോർജിനെ പാർട്ടി തിരുത്തും എന്നതടക്കമുള്ള കാര്യവും ഷോൺ ജോർജ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഷോൺ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ദീപികയിൽ സന്ദർശിച്ച സമയത്തടക്കം ഈ ക്രൈസ്തവ സഭകൾക്ക് വേണ്ടി കാര്യമായി ഇടപെട്ടിട്ടും ദീപിക ഇത്തരത്തിൽ തുടർച്ചയായി ആക്രമിക്കുന്ന രീതിയിലുള്ള ലേഖനങ്ങൾ വരുന്നതിനെ
അദ്ദേഹം മാനേജ്മെന്റിനോടടക്കം ഇക്കാര്യത്തിൽ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനൊരു ലേഖനങ്ങളും കാര്യങ്ങളും വന്നതാണ് BJP നേതൃത്വത്തിനെ ആകെ പ്രതിസന്ധിയിലാക്കിയത്. പ്രത്യേകിച്ച് സഭാമുഖമായി ഇതിൽ നിൽക്കുന്ന ഒരാളാണ് ഷോൺ ജോർജ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുമ്പോൾ ആ നിലയിലുള്ള ലേഖനങ്ങൾ വന്നത്, അതായത് ഈ FCRA വിഷയത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവുമായി ഉള്ള കൂടിയാലോചനകളും ധാരണകളും എല്ലാം ഉണ്ടായ ശേഷവും വിമർശിച്ചതിന് രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ വിഷയത്തിൽ BJPയുടെയും പിന്തുണ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പക്ഷെ PC ജോർജിന്റെ പ്രതികരണങ്ങൾ അതിനെ BJP ആ നിലയിൽ സ്വീകരിക്കുന്നില്ല എന്നതുകൂടി ചേർത്ത് വായിക്കണം. നിലവിലെന്തായാലും ഇങ്ങനെ ദീപിക ഒരു വശത്ത് നിന്നുകൊണ്ട് വിമർശിക്കുന്നു, തൊട്ടിപ്പുറത്ത് കൊണ്ട് ദീപികയ്ക്കെതിരെ നിലപാടുകൾ വെക്കുന്നു. ദീപികയുടെ ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകർ ആരൊക്കെ എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ വ്യക്തി താല്പര്യങ്ങളാണ് ഇതിലേക്ക് എത്തുന്നത്. ഫലത്തിൽ അതൊരു സഭയുടെ മുഖപത്രമാണെന്നുണ്ടെങ്കിൽ സഭയുടെ നിലപാടാണ് പറയേണ്ടത്. ഈ FCRA വിഷയത്തിലടക്കം ബിഷപ്പുമാർ ഉൾപ്പെടെ പിന്നീട് ഒരു പ്രതികരണവും നടത്താതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനൊരു ലേഖനം എഴുതിയത് സഭയുടെ നിലപാടല്ല എന്ന് വ്യാഖ്യാനിക്കാനാണ് ഷോൺ ശ്രമിക്കുന്നത്. സജിത്ത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, PC ജോർജും ഷോൺ ജോർജും ദീപികയെ ചാരി അല്ലെങ്കിൽ ദീപികയ്ക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ അത് BJPയുടെ പൊതു നിലപാടുകൾക്ക് വിരുദ്ധമാകുമോ എന്നൊരു വിഷയം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ ഔട്ട്റീച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊരു വലിയ അജണ്ട BJPക്ക് ഉണ്ട്. ആ അജണ്ടയ്ക്ക് ചേരാത്ത നിലപാടായി ഇത് മാറുമോ, ആ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമോ എന്നൊരു വിഷയം കൂടിയുണ്ട്. മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിൽ തൊട്ട് പിന്നാലെ ഈ അഭിപ്രായം പറയുമ്പോൾ ആ തരത്തിൽ കൂടി അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചർച്ച ചെയ്യുകയും ചെയ്തേക്കാം. ഇതിനിടയിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നുകൂടി ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. വോട്ട് ലഭിക്കാത്തതിന് സഭയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് K മുരളീധരൻ പറയുന്നു. PC ജോർജിന്റെ വിമർശനം സംബന്ധിച്ച ചോദ്യത്തോടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. BJP എല്ലായിടത്തും ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിലും ആവർത്തിക്കുന്നതെന്നും K മുരളീധരൻ വിമർശിച്ചു. BJP കേരളത്തിന് പുറത്ത് ആ സമുദായത്തിനോട് അവർ വെച്ചു പുലർത്തിയിട്ടുള്ള നിലപാട് കേരളത്തിലും അവിടെ കാണിച്ചു എന്ന് മാത്രം. വോട്ട് കിട്ടാത്തതിന് ഒരിക്കലും സമുദായങ്ങളെ കുറ്റം പറയരുത്. സമുദായങ്ങളുടെ വോട്ട് ചില സന്ദർഭത്തിൽ ലഭിക്കും, ചിലപ്പോൾ ലഭിച്ചില്ലാതെ വരും. ഇപ്പം ഞങ്ങൾക്കും ചില തെരഞ്ഞെടുപ്പിലൊക്കെ ചില സമുദായങ്ങളുടെ വോട്ട് ലഭിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെയൊക്കെ അങ്ങ് തള്ളി പറയലാണോ? ഇനി മറ്റൊരു കാര്യം കൂടി, എന്തായാലും PC ജോർജിന്റെ ഒക്കെ ആ നിലപാട് BJPയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്ന ചില സൂചന കൂടിയാണ് പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.